So next topic is linear predictive coding. Linear predictive coding. Topic എല്ലാവരും എഴുതി വെച്ചേ. So a linear predictive coding എന്ന് പറഞ്ഞാൽ it is a tool which represent digital speech signal in linear predictive model എന്നാണ്. അല്ലെങ്കിൽ ഈ ലീനിയർ പ്രിഡിക്റ്റീവ് കോഡിംഗ് ഉദ്ദേശിക്കുന്നത് ഒരു പവർഫുൾ സ്പീച്ച് അനാലിസിസ് ടെക്നോളജിയാണ്. അല്ലെങ്കിൽ സ്പീച്ച് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ ലീനിയർ പ്രിഡിക്റ്റീവ് കോഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബേസിക് സ്പീച്ച് പാരാമീറ്റർ, നമ്മളിപ്പം ബേസിക് സ്പീച്ച് പാരാമീറ്ററിൽ വരുന്നതാണ് ഈ പിച്ച്, ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഫോർമാൻസ് എന്ന് പറയും, FORMANTS. ഈ ഫോർമാൻസ് എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് ഫ്രീക്വൻസിനാണ് നമ്മൾ ഫോർമാൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വോക്കൽ ട്രാക്ട്, അതായത് ഇപ്പം മൗത്ത് ആൻഡ് ത്രോട്ട് എന്ന് വരുന്ന സൗണ്ട്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി മീൻസ് ലൗഡ്നെസ്. സോ ഈ പറയുന്ന സ്പീച്ച് പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു പവർഫുൾ സ്പീച്ച് അനാലിസിസിന് വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഈ ലീനിയർ പ്രിഡിക്റ്റീവ് കോഡിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. LPC is a powerful speech analysis technique and it is used to estimate the basic speech parameters such as pitch, vocal tract, intensity, അല്ലെങ്കിൽ ഫോർമാൻസ്, അതായത് എൻഹാൻസ്ഡ് ഫ്രീക്വൻസി. ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സ്പീച്ച് അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ ലീനിയർ പ്രിഡിക്റ്റീവ് കോഡിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫസ്റ്റ് പോയിന്റ് മീൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ലീനിയർ പ്രിഡിക്റ്റീവ് കോഡിംഗ്, അതർവൈസ് LPC is a tool which represent digital speech signal in a linear predictive model. So ഈ സ്പീച്ച് അനാലിസിസിന് വേണ്ടിയിട്ട് in this technique a linear predictive model is created. So this is mostly used in audio signal processing, speech synthesis and speech recognition. സോ ഈ ഒരു മോഡൽ, ഈ ലീനിയർ പ്രിഡിക്റ്റീവ് മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പീച്ച് അനാലിസിസ് ടെക്നോളജിയാണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്. സോ സ്പീച്ചിനെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു സ്പീച്ചിലുള്ള ബേസിക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നുള്ളത്, അതായത് ബേസിക് പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ ലീനിയർ പ്രിഡിക്റ്റീവ് കോഡിംഗ് ചെയ്യുന്നത്. ആൻഡ് ഇത് സ്പീച്ച് സിന്തസിസിനും സ്പീച്ച് റെക്കഗ്നീഷനും പിന്നെ ഓഡിയോ സിഗ്നൽ പ്രോസസ്സിങ്ങിനുമാണ് ദിസ് ഇസ് ബേസിക്കലി യൂസ്ഡ്. ആൻഡ് ദിസ് ലീനിയർ പ്രിഡിക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ്, ഈ ലീനിയർ പ്രിഡിക്ഷൻ എന്താ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് സാമ്പിൾ എന്ന് പറയുന്നത് current sample is based on the linear combination of past samples. So past samplesനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കറണ്ട് സാമ്പിൾ ഇവിടെ മീൻസ് നമ്മൾ എടുക്കുന്നത്. സോ ലീനിയർ പ്രിഡിക്ഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ദ കറണ്ട് സാമ്പിൾ ഇസ് ബേസ്ഡ് ഓൺ ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് പാസ്റ്റ് സാമ്പിൾസ്. The analysis estimate the value of discrete time signal as a linear function of previous sample. So ഈ കറണ്ട് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരു കോമ്പിനേഷനാണ്, പാസ്റ്റ് സാമ്പിൾസിൻ്റെ കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കറണ്ട് സാമ്പിൾ എന്നുള്ളതാണ്. ഇതിൻ്റെ അനാലിസിസ് എസ്റ്റിമേറ്റ്സ് ദ വാല്യൂ. ഈ ഒരു ലീനിയർ പ്രിഡിക്റ്റീവ് കോഡിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഈ പറഞ്ഞ സ്പീച്ച് പാരാമീറ്റർ ആയിക്കോട്ടെ, ലൈക്ക് പിച്ച്, എൻഹാൻസ്ഡ് ഫ്രീക്വൻസി, ലൗഡ്നെസ്. സോ ഈ ഓരോ പാരാമീറ്റേഴ്സിനെയും അല്ലെങ്കിൽ ഈ ഓരോ വാല്യൂസിനും ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, അല്ലെങ്കിൽ ഈ ഓരോ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെയും ഒരു ലീനിയർ ഫംഗ്ഷൻ ഓഫ് പ്രീവിയസ് സാമ്പിൾ ആയിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ ബേസിക് സ്പീച്ച് പാരാമീറ്റേഴ്സിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് നമ്മൾ എസ്റ്റിമേറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ഓഫ് പ്രീവിയസ് സാമ്പിൾസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ദ അനാലിസിസ് estimate the value of a discrete time signal as a linear function of previous sample, and the spectral envelope is represented in a compressed form. ആൻഡ് നമ്മൾ ഈ ഒരു സ്പെക്ട്രൽ എൻവലപ്പ് നമ്മളൊരു കംപ്രസ്ഡ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് യൂസിങ് ദ ഇൻഫർമേഷൻ ഓഫ് ദ ലീനിയർ പ്രിഡിക്റ്റീവ് മോഡൽ. സോ ഫ്രം ദ ലീനിയർ പ്രിഡിക്റ്റീവ് മോഡൽ വാട്ട് ആർ ദ ഔട്ട്പുട്ട് വി ആർ ഗെറ്റിംഗ്, that is in the form of a spectral envelope, and that is represented in the form of a compressed form. And it can be mathematically represented as S of n is equal to summation k tends to 1 to p alpha k S of n minus k for some value of p and alpha k. സോ ഇതാണ് ഈ ലീനിയർ പ്രിഡിക്റ്റീവ് മോഡലിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. മാത്തമാറ്റിക്കലി ഈ ലീനിയർ പ്രിഡിക്റ്റീവ് മോഡലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു സ്പെക്ട്രൽ എൻവലപ്പിനെ നമ്മൾ കംപ്രസ്ഡ് ഫോമിൽ യൂസിങ് ദ ഇൻഫർമേഷൻ ഫ്രം ദ പ്രിഡിക്റ്റീവ് മോഡൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എസ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ, ഇക്വേഷൻ എഴുതണേ, സമ്മേഷൻ k equal to 1 to p
alpha k s of n minus k for some value of p and alpha k. എഴുതിയോ? എഴുതിയോ? ബോയ്സ്, വൈഷ്ണവ്, ആദിൽ, ഡൊമിനിക്. ഓക്കെ. സോ ഈ എൽ പി സി പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക്കലി ഒരു എക്സ്ട്രീം അക്യുറേറ്റ് ആണ്. നമ്മൾ ഈ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ സ്പീച്ച് പാരാമീറ്ററിൻ്റെ അക്യുറേറ്റ് എസ്റ്റിമേഷനാണ് ഈ എൽ പി സി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എക്സ്ട്രീംലി അക്യുറേറ്റ് ആയിട്ടുള്ള സ്പീച്ച് പാരാമീറ്റർ എസ്റ്റിമേഷനാണ് ഈ എൽ പി സി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പീച്ച് കമ്പ്യൂട്ടേഷൻ ആണ് ഈ എൽ പി സി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എൽ പി സി പ്രൊവൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. എൽ പി സി പ്രൊവൈഡ്സ്, ഫസ്റ്റ് വൺ, it provides extremely accurate estimation of speech parameter, extremely accurate estimation of speech parameters, extremely accurate estimation of speech parameter. Next, second point, selective speech computation. എഴുതിയോ? ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? എഴുതിയോ നിങ്ങൾ? ഒന്നുകൂടി പറയാം. എൽ പി സി പ്രൊവൈഡ് ഫസ്റ്റ് പോയിന്റ് എക്സ്ട്രീംലി accurate estimation of speech parameter. Second point, selective speech computation. സെലക്റ്റീവ് സ്പീച്ച് കമ്പ്യൂട്ടേഷൻ. ഇനി ഈ പ്രിൻസിപ്പിൾ ഓഫ് എൽ പി സി എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് എൽ പി സി, ദാറ്റ് ഇസ് ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിംഗ്. ഹിയർ speech samples can be approximated. Speech sample can be approximated as a linear combination of past sample. Speech samples can be approximated as a linear combination of past sample. Speech sample can be approximated as a linear combination of past sample by minimizing the error. Next point, this can be done by minimizing the sum of squared difference between. This can be done by minimizing the sum of. This can be done by minimizing the sum of squared difference. Minimizing the sum of squared difference between actual speech sample and linearly predicted one. Between actual speech sample and linearly predicted one. എഴുതിയോ? അതുകൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. ആയോ? കംപ്ലീറ്റ് ആയോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് പറയാം. ഓക്കെ. സോ നമുക്ക് ഈ ഇക്വേഷൻ എഴുതി. ഇനി ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഈ എസ് ഓഫ് എൻ എന്ന് പറയുന്നത് കറണ്ട് സ്പീച്ച് സാമ്പിൾ ആണ്. ഈ എസ് ഓഫ് എൻ ഉദ്ദേശിക്കുന്നത് ഈ ഇക്വേഷൻ ആണ് പറഞ്ഞ ഇക്വേഷനിൽ ഓരോ വാല്യൂസ് ആണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരുന്നത്. എസ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കറണ്ട് സ്പീച്ച് സാമ്പിൾ ആൻഡ് കെ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ സാമ്പിൾ ആണ് ആൻഡ് പി എന്ന് പറഞ്ഞ മോസ്റ്റ് റീസെന്റ് വാല്യൂ ആണ്. കെ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സാമ്പിൾ ആണ്. പി എന്ന് പറയുന്നത് ദ മോസ്റ്റ് റീസെന്റ് വാല്യൂ ആണ്. ആൻഡ് ആൽഫ കെ ഇസ് ദ പ്രെഡിക്റ്റർ കോഎഫിഷ്യന്റ്. ഈ പ്രെഡിക്റ്റർ ലീനിയർ പ്രെഡിക്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രെഡിക്റ്ററിന്റെ കോഎഫിഷ്യന്റ് ആണ് ദിസ് ആൽഫ കെ. ആൻഡ് ദിസ് എസ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത് പ്രീവിയസ് സ്പീച്ച് സാമ്പിൾ ആണ്. പ്രീവിയസ് സ്പീച്ച് സാമ്പിൾ ആണ് ഈ എസ് ഓഫ് എൻ മൈനസ് കെ എന്ന് ഉദ്ദേശിക്കുന്നത്.
സോ എസ് ഓഫ് എൻ എന്ന് പറഞ്ഞ കറണ്ട് സ്പീച്ച് സാമ്പിൾ ആണ്, കെ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സാമ്പിൾ ആണ്, പി എന്ന് പറയുന്നത് മോസ്റ്റ് റീസെന്റ് വാല്യൂ ആണ്, ആൽഫ കെ എന്ന് പറയുന്നത് പ്രെഡിക്റ്റഡ് കോഎഫിഷ്യന്റ് ആണ്, എസ് ഓഫ് എൻ മൈനസ് കെ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് സ്പീച്ച് സാമ്പിൾ ആണ്. സോ ഒരു ഫോർ എൽ പി സി predicted coefficient values are determined by ഈ predicted coefficient value. ഈ predicted coefficient value എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ആൽഫ കെ വാല്യൂ ആണ്. predicted coefficient value are determined by, so for an LPC the predicted coefficient values are determined by minimizing the sum of squared difference. നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് ഈ പോയിന്റ്, ഈ എറർ ഡിഫറൻസ് നമ്മൾ മിനിമൈസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് predicted coefficient values are determined by minimizing the sum of squared difference over a finite interval between actual speech samples and the linearly predicted one. അതായത് എസ് ഓഫ് എന്നും എസ് ഓഫ് എൻ മൈനസ് കെയും തമ്മിലുള്ള എറർ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നതാണ്. അതായത് സ്ക്വയർഡ് ഡിഫറൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ, മിനിമൈസ് ചെയ്യുന്നതാണ്. ഓരോ ഫൈനൈറ്റ് ഇന്റർവെൽ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ്, മിനിമൈസ് ചെയ്തിട്ടാണ് വി ഗെറ്റ് ദ ഈ ആൽഫ കെ, അതായത് പ്രെഡിക്റ്റഡ് കോഎഫിഷ്യന്റ് വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ എസ് ഓഫ് എന്നിനും എസ് ഓഫ് എൻ മൈനസ് കെൻ്റെയും സ്ക്വയർഡ് വാല്യൂ, അതായത് ഡിഫറൻസിന്റെ സ്ക്വയർഡ് വാല്യൂ നമ്മൾ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരും ഓവർ എൻ ഇന്റർവെൽ ഓർ എ ഫൈനൈറ്റ് ഇന്റർവെൽ. ഇറ്റ് ഇസ് between the actual speech sample and the linearly predicted one. And this is a very useful method for encoding speech at a low bit rate. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ എൻകോഡ് സ്പീച്ച് അറ്റ് എ ലോ ബിറ്റ് റേറ്റ് എന്നുള്ളതാണ്. ആൻഡ് ദിസ് എൽ പി സി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലോസ് ടു ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം, ദറ്റ് ഇസ് FFT മെത്തേഡിനോട് സിമിലർ ആണ് ദിസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു ദിസ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം FFT മെത്തേഡ്. സോ ഈ എൽ പി സി ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈക്വേഷൻ എഴുതുക, ഇത് എൽ പി സി എന്താ ചെയ്യുന്നതെന്ന് എഴുതുക. കറണ്ട് സാമ്പിളിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ കോമ്പിനേഷൻ ഓഫ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പാസ്റ്റ് സാമ്പിൾസ് ആണ്. സോ ഇവിടെ സ്പെക്ട്രൽ എൻവലപ്പ് എസ് ഓഫ് എൻ ഉണ്ട്. എസ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കറണ്ട് സ്പീച്ച് സാമ്പിൾ ആണ്. സോ ഈ കറണ്ട് എസ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ പാസ്റ്റ് കോമ്പിനേഷൻ ഓഫ് സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എസ് ഓഫ് എൻ ഉള്ളത്. സോ പ്രെഡിക്റ്റഡ് കോഎഫിഷ്യന്റ് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് സം ഓഫ് സ്ക്വയർഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് എടുത്തിട്ട് ഓവർ എ ഫൈനൈറ്റ് ഇന്റർവെൽ ബിറ്റ്വീൻ ആക്ച്വൽ സാമ്പിൾ വാല്യൂവും ലീനിയർലി പ്രെഡിക്റ്റഡ് വണ്ണിന് സം ഓഫ് സ്ക്വയർഡ് ഡിഫറൻസ് എടുത്തിട്ടാണ് അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ പ്രെഡിക്റ്റഡ് കോഎഫിഷ്യന്റ് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ സ്പീച്ച് സിന്തസൈസർ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. സ്പീച്ച് സിന്തസൈസർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, ഇതാണ് നമ്മുടെ ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിങ്ങിൻ്റെ ട്രാൻസ്മിറ്റർ. സോ ഇവിടെ ഒരു സ്പീച്ച് സിന്തസൈസർ, ഒരു സ്പീച്ച് അനലൈസർ ഒക്കെ ഉണ്ട്. സോ ബേസിക്കലി ഈ സ്പീച്ച് സിന്തസൈസറിൽ ഒരു വൈറ്റ് നോയ്സ് ജനറേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു പീരിയോഡിക് ഇമ്പൾസ് ജനറേറ്റർ ഉണ്ട്. ഈ പീരിയോഡിക് ഇമ്പൾസ് ജനറേറ്ററിൽ നമ്മൾ പിച്ചും ഫ്രീക്വൻസി ഉണ്ട്. സോ ഹിയർ വി ഹാവ് എൻ ആംപ്ലിഫയർ ഉണ്ട്, അതേപോലെ ഒരു ഫിൽറ്റർ ഉണ്ട്. സോ the selected voice or unvoiced sound is passed through a filter. ഈ സെലക്ടർ ആയിട്ടുള്ള വോയിസ്ഡ് ഓർ അൺവോയിസ്ഡ് സൗണ്ട്, സോ ഈ വോയിസ്ഡ് ആൻഡ് അൺവോയിസ്ഡ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് വൈറ്റ് നോയ്സ് ജനറേറ്ററും അതുപോലെ പീരിയോഡിക് ഇമ്പൾസ് ജനറേറ്ററിനുമാണ്. സോ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള വോയിസ് അല്ലെങ്കിൽ അൺവോയിസ്ഡ് സൗണ്ട് നമ്മൾ ഇറ്റ് ഇസ് പാസ് ത്രൂ എ ഫിൽട്ടർ വിച്ച് സിമുലേറ്റ് ദ എഫക്റ്റ് ഓഫ് ദ മൗത്ത്. ഈ ഫിൽട്ടർ എന്താ ചെയ്യുക വെച്ചാൽ സിമുലേറ്റ് ചെയ്യും the effect of the mouth, throat and nasal passage of the speaker on the generated sound, and the input signal is filtered by this filter in such a way that the required letter is pronounced. So ഈ ഫിൽട്ടർ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിമുലേഷൻ ബേസിക്കലി ഫിൽട്ടർ ചെയ്യുന്നത്. അതായത് ദാറ്റ് ഈസ് ഹിയർ നിങ്ങൾ ഈ പോയിന്റ് നോക്കിക്കോ, the selected voiced or unvoiced sound is passed through a filter. This filter simulates the effect of mouth, throat and nasal passage of the speaker or the generated sound, and the input signal is filtered by this filter in such a way that required letter is pronounced. So ഈ സ്പീച്ച് സിന്തസൈസർ എന്ത് ചെയ്യും, നമ്മൾ വരുന്ന വോയിസ്ഡ് അല്ലെങ്കിൽ അൺവോയിസ്ഡ് സൗണ്ടിന് ഈ ഫിൽറ്റർ വെച്ചിട്ട് സിമുലേഷൻ നടത്തും. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ലെറ്റർ മാത്രമേ ഈ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ പ്രൊനൗൺസ്ഡ് ആയിട്ട് വരും. ദാറ്റ് ഈസ് എക്സ് ക്യാപ്പ് ഓഫ് എൻ. സോ ഈ ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിംഗ് ട്രാൻസ്മിറ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്പീച്ച് അനലൈസറും ഉണ്ട്, ഒരു സ്പീച്ച് സിന്തസൈസറും ഉണ്ട്. സോ ദ സാമ്പിളിൻ്റെ വാല്യൂസ് ആർ അപ്ലൈഡ് ടു ദ അനലൈസർ. നമ്മൾ സാമ്പിൾ ചെയ്ത വാല്യൂ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് സാമ്പിൾ ചെയ്ത വാല്യൂ ആണ്. ദാറ്റ് ഈസ് അപ്ലൈഡ് ടു ദ അനലൈസർ വിച്ച് അനലൈസസ് ദം ടു ഡിറ്റർമൈൻ ദ പാരാമീറ്റേഴ്സ് ഫോർ ദ സിന്തസൈസർ. സോ ഈ സാമ്പിളിൻ്റെ വാല്യൂ എന്താ ചെയ്യുക വെച്ചാൽ ഒരു സ്പീച്ച് അനലൈസറിലേക്ക് കൊടുക്കും. ഈ സ്പീച്ച് അനലൈസർ എന്ത് ചെയ്യും, അനലൈസ് ചെയ്തിട്ട് ഈ പാരാമീറ്റേഴ്സ് ഫോർ സിന്തസൈസറിലേക്ക്
പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും. ആൻഡ് ദ സിന്തസൈസർ റീകൺസ്ട്രക്റ്റഡ് ദ അപ്രോക്സിമേറ്റഡ് സ്പീച്ച് സിഗ്നൽ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്പീച്ച് സിന്തസൈസറിൽ എന്താ ചെയ്യുന്നത്, അത് റീകൺസ്ട്രക്ട് ചെയ്യും. എന്താണോ ഏത് ലെറ്ററാണ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്തെന്നുള്ള രീതിയിൽ അത് റീകൺസ്ട്രക്ട് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ക്യാപ്പ് ഓഫ് എൻ. സോ ഈ എക്സ് ക്യാപ്പ് ഓഫ് എന്നും എക്സ് ഓഫ് എന്നിൻ്റെയും ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ട് ഇ ഓഫ് എൻ. സോ എക്സ് ഓഫ് എന്നിൻ്റെയും എക്സ് ക്യാപ്പ് ഓഫ് എന്നിൻ്റെയും ഡിഫറൻസ് ആണ് ഇ ഓഫ് എൻ. സോ നമ്മൾ ബേസിക്കലി പണ്ട് ഡി പി സി എത്തിലും പി സി എത്തിലൊക്കെ ചെയ്ത അതേ പ്രിൻസിപ്പൽ, സോറി പി സി എം അല്ല ഡി പി സി എത്തിൽ ചെയ്ത അതേ പ്രിൻസിപ്പൽ തന്നെയാണ്. എറർ സിഗ്നലിനാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. സോ പക്ഷേ ഒരു ലീനിയർ പ്രെഡിക്റ്റീവ് മോഡൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്ത സിഗ്നൽ എക്സ് ഓഫ് എന്നിന് നമ്മൾ സ്പീച്ച് അനലൈസറിലേക്ക് കൊടുക്കും. അത് അനലൈസ് ചെയ്തിട്ട് പാരാമീറ്റേഴ്സ് ഡിറ്റർമൈൻ ചെയ്തിട്ട് സിന്തസൈസറിലേക്ക് കൊടുക്കും. സിന്തസൈസറിൻ്റെ ഔട്ട്പുട്ടിൽ ഈ പറഞ്ഞ ഫങ്ഷൻസ് നടക്കുക. ഒരു വോയിസ്ഡ് അല്ലെങ്കിൽ അൺവോയിസ്ഡ് സൗണ്ടിന് നമ്മൾ ഈ പറഞ്ഞ ഫിൽറ്റർ വെച്ചിട്ട് കറക്റ്റ് ലെറ്റർ ഏതാണോ കറക്റ്റ് ഉദ്ദേശിച്ച് ആ ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ ആ ലെറ്റർ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന രീതിയിൽ ഫിൽറ്റർ ചെയ്യും. ഇവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ബ്ലോക്ക് ആംപ്ലിഫിക്കേഷൻ ആണ്. സോ ആംപ്ലിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ലെറ്റർ പ്രൊനൗൺസ് ചെയ്ത് എടുപ്പിക്കും. ആ എടുത്ത സംഭവമാണ് സ്പീച്ച് സിന്തസൈസറിൻ്റെ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എക്സ് ക്യാപ്പ് ഓഫ് എൻ. സോ ഇവിടെ നമുക്കൊരു സമ്മർ കാണാം. ഹിയർ ദ ഔട്ട്പുട്ട് ഓഫ് ദ സമ്മർ വി ഹാവ് ദ എറർ സിഗ്നൽ ഇ ഓഫ് എൻ. സോ ദ ഇൻപുട്ട് ടു ദ എൻകോഡർ എന്ന് പറയുന്നത് എന്താ, ഇതാണ്. ദിസ് ഇസ് ദ എൻകോഡർ. സോ ഈ എൻകോഡറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പാരിസൺ ബിറ്റ്വീൻ സാമ്പിൾഡ് സിഗ്നൽ, നമ്മൾ സാമ്പിൾ ചെയ്ത സിഗ്നൽ ദാറ്റ് ഈസ് എക്സ് ഓഫ് എന്നും അതേപോലെ തന്നെ അപ്രോക്സിമേറ്റഡ് സിഗ്നൽ ആൻഡ് ദ പാരാമീറ്റേഴ്സ് ദാറ്റ് ഈസ് എക്സ് ക്യാപ്പ് ഓഫ് എന്നും. സോ ഈ ഇൻപുട്ട് ടു ദ എൻകോഡർ ഇ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾഡ് സിഗ്നൽ എക്സ് ഓഫ് എൻ ആൻഡ് ദ അപ്രോക്സിമേറ്റഡ് സിഗ്നൽ ആൻഡ് ദ പാരാമീറ്റർ എക്സ് ക്യാപ്പ് ഓഫ് എൻ. എൻകോഡർ ഫോംസ് ദ ഡിജിറ്റൽ സിഗ്നൽ നോൺ ആസ് എൽ പി സി. ഈ എൻകോഡറിൻ്റെ ഔട്ട്പുട്ടിലാണ് നമുക്ക് എൽ പി സി കിട്ടുന്നത്. ദാറ്റ് ഈസ് ലീനിയർ പ്രെഡിക്റ്റീവ് കോഡഡ് സിഗ്നൽ. എൻകോഡറിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു എൽ പി സി സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ലീനിയർ പ്രെഡിക്റ്റീവ് കോഡഡ് ഡിജിറ്റൽ സിഗ്നലാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഈ എൽ പി സി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പീച്ച് സിന്തസൈസറിൻ്റെ ഓപ്പറേഷൻ മനസ്സിലാവാൻ വേണ്ടി ഇതിൻ്റെ ബ്ലോക്ക് ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്ത് വരച്ചെന്നേ ഉള്ളൂ. സോ ബേസിക്കലി ഇതാണ് നടക്കുന്നത്. നമ്മളൊരു വോയിസിൽ അൺവോയിസ്ഡ് ആയിട്ടുള്ള സൗണ്ടിനെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആംപ്ലിഫൈ ചെയ്തു ഫിൽറ്ററിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ഏതാണോ ലെറ്റർ പ്രൊനൗൺസ് ചെയ്ത് ആ പ്രൊനൗൺസ് ചെയ്ത ലെറ്റർ ഔട്ട്പുട്ടായിട്ട് എടുക്കും ബേസ്ഡ് ഓൺ സം പാരാമീറ്റർ. അത് പിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർമാൻസ്, എൻഹാൻസ്ഡ് ഫ്രീക്വൻസിയും ഈ പറഞ്ഞ ഇതൊക്കെയാണ് ഈ ഒരു സ്പീച്ചിനകത്തുള്ള പാരാമീറ്റർ. ലൗഡ്നെസ്സിനൊക്കെ വെച്ചിട്ട് ഈ കറക്റ്റ് ലെറ്റർ ഏതാണ് പ്രൊനൗൺസ് ചെയ്തത് അത് പ്രിഡിക്റ്റ് ചെയ്തെടുക്കും. അതാണ് ഈ ബേസിക്കലി സ്പീച്ച് സിന്തസൈസറിൽ ചെയ്യുന്നത്. സോ ആ വാല്യൂവും നമ്മൾ ഈ പറഞ്ഞ സാമ്പിൾഡ് വാല്യൂസും കൂടി കമ്പയർ ചെയ്ത് ഒരു എറർ ജനറേറ്റ് അതിനെയാണ് എൻകോഡ് ചെയ്യുന്നത്. അതിൻ്റെ എൻകോഡറിൻ്റെ ഔട്ട്പുട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന എൽ പി സി ഔട്ട്പുട്ട്. ടെക്സ്റ്റ് ഒരു ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിങ്ങിൻ്റെ റിസീവർ നോക്കുവാണെങ്കിൽ നമ്മൾ റിസീവ് ചെയ്ത എൽ പി സി ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് ഓഫ് ടി ആണ്. റിസീവ് ചെയ്ത എൽ പി സി ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി ഇസ് ഗിവൺ ടു എ ഡീകോഡർ. എക്സ് ഓഫ് ടി ഇസ് ഗിവൺ ടു എ ഡീകോഡർ ആൻഡ് ഡീകോഡറിനകത്ത് പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു സ്പീച്ച് ബൈ സിന്തസൈസറിലേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പിച്ച്, ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഫോർമാൻസ്ഡ് ഇൻറ്റൻസിറ്റി, ഇതൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പം ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് എക്സ് ക്യാപ്പ് ഓഫ് എൻ ആണ്. എക്സ് ക്യാപ്പ് ഓഫ് എൻ ആണ് ആൻഡ് സോറി എക്സ് ഓഫ് എന്നും ഉണ്ട്. ആൻഡ് ഹിയർ വി വിൽ പാസ് ദിസ് to allow pass filter. So the decoder or demultiplexer separate out the error signal E of n and the parameter. So E of n separate ചെയ്തെടുക്കും and the synthesizer produces the approximated signal from the parameters. അതായത് decoder എന്താ ചെയ്യാന്ന് വെച്ചാൽ അല്ലെങ്കിൽ synthesizer എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ x cap of n സെപ്പറേറ്റ് ചെയ്തെടുക്കും. എക്സ് ക്യാപ്പ് ഓഫ് എൻ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ആൻഡ് ഈ ഡീകോഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇ ഓഫ് എൻ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ദാറ്റ് ഈസ് ദ ഡീകോഡർ അല്ലെങ്കിൽ ഈ ഡീമൾട്ടിപ്ലെക്സർ. ഹിയർ നമുക്കൊരു ഡീകോഡർ ഉണ്ട്. ഈ എക്സ് ഓഫ് ടീനകത്തുനിന്ന് ഈ എറർ സിഗ്നൽ അതിൻ്റെ പാരാമീറ്റേഴ്സും ഈ ഡീകോഡർ ഡീകോഡ് ചെയ്തെടുക്കും. ആൻഡ് ദ സ്പീച്ച് സിന്തസൈസർ എന്താ ചെയ്യാന്ന് വെച്ചാൽ the speech synthesizer produces the approximated signal from the parameters and this is then added with the error signal to produce a sample signal. So ഇവിടെ നമുക്ക് ബേസിക്കലി ഇ ഓഫ് എന്നും അതേപോലെ തന്നെ ഈ എക്സ് ക്യാപ്പ് ഓഫ് എന്നും ആഡ് ചെയ്തിട്ട് നമുക്ക് വി ഗെറ്റ് ദ ഒറിജിനൽ സാമ്പിൾഡ് സിഗ്നൽ എക്സ് ഓഫ് എൻ. സോ ഈ ഡീകോഡർ ഇ ഓഫ് എൻ ഡീകോഡ് ചെയ്തെടുക്കും. ഈ സ്പീച്ച് സിന്തസൈസർ അപ്രോക്സിമേറ്റഡ് സിഗ്നൽ ആൻഡ് ദ പാരാമീറ്റേഴ്സ് ഫ്രം ദ പാരാമീറ്റേഴ്സ് ഈ പറഞ്ഞ ഡീകോഡറിന് പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. സോ ഈ പാരാമീറ്റേഴ്സിന് അതായത് സ്പീച്ച് പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് എക്സ് ക്യാപ്പ് എഫ് എൻ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് ഈ സ്പീച്ച് സിന്തസൈസർ. ഈ ഡീകോഡർ ഇ ഓഫ് എൻ ഡീകോഡ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ സമ്മറിലേക്ക് കൊടുക്കും. സമ്മറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ സാമ്പിൾഡ് സിഗ്നൽ എക്സ് ക്യാപ്പ് എഫ് എൻ.
പിന്നെ ഈ എക്സ് ഓഫ് എൻ. സോ ദിസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കും ടു റീകൺസ്ട്രക്ട് ദ ഒറിജിനൽ സിഗ്നൽ എക്സ് ഓഫ് ടി ബൈ പെർഫോമിങ് ഇൻ്റർപൊളേഷൻ ഓഫ് സാമ്പിൾസ്. സോ ഇൻ്റർപൊളേഷൻ പെർഫോം ചെയ്തിട്ട് നമുക്ക് ലോ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ, അതായത് ഒരു റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററാണ് ലോ പാസ് ഫിൽറ്റർ. സോ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എക്സ് ഓഫ് ടി ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇതാണ് ബേസിക്കലി എൽ പി സിൻ്റെ ട്രാൻസ്മിറ്റർ റിസീവറും. സോ ട്രാൻസ്മിറ്ററിനകത്ത് ഒരു സ്പീച്ച് അനലൈസറും ഉണ്ടാവും, സിന്തസൈസറും ഉണ്ടാവും. സ്പീച്ച് അനലൈസർ എന്താ ചെയ്യുക വെച്ചാൽ ഈ പാരാമീറ്റേഴ്സ് അനലൈസ് ചെയ്തിട്ട് സ്പീച്ച് സിന്തസൈസറിലേക്ക് ആ പാരാമീറ്റർ പാസ് ചെയ്യും. ബേസ്ഡ് ഓൺ ദ പാരാമീറ്റർ സ്പീച്ച് സിന്തസൈസർ കറക്റ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് എക്സ് ക്യാപ്പ് ഓഫ് എൻ ഉണ്ട്. സോ ഒരു സമ്മറിൽ അല്ലെങ്കിൽ സമ്മറിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സാമ്പിൾസും ഒറിജിനൽ സാമ്പിൾസും എക്സ് ഓഫ് എന്നും ഈ പ്രെഡിക്റ്റഡ് സാമ്പിൾസിനും എറർ ക്രിയേറ്റ് ചെയ്തെടുക്കും. സോ ആ എററാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. And encoder forms the digital signal known as an LPC. And same in the receiver side, we have the decoder. Receiver side we have the decoder. So ഒരു LPC ഉണ്ട്, X of t ഉണ്ട്, that is given to a decoder. That is LPC എന്ന് പറഞ്ഞാൽ നമ്മൾ X of t ആയിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ട് അത് ഡീകോഡറിലേക്ക് കൊടുത്തതിന് ഡീകോഡർ എന്ത് ചെയ്യും, എറർ സിഗ്നൽ അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കും. പിന്നെ അതിൻ്റെ പാരാമീറ്റേഴ്സും സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഈ പാരാമീറ്റേഴ്സ് നമ്മൾ സ്പീച്ച് സിന്തസൈസറിലേക്ക് ഇൻപുട്ടായി കൊടുക്കും. സോ ബേസ്ഡ് ഓൺ ദിസ് പാരാമീറ്റർ സ്പീച്ച് സിന്തസൈസർ എന്ത് ചെയ്യും, ഈ എക്സ് ക്യാപ്പ് ഓഫ് എന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ സമ്മറിൻ്റെ അകത്ത് നമ്മൾ ഈ എറർ സിഗ്നലും ഈ പറഞ്ഞ പ്രിഡിക്റ്റ് ചെയ്ത വാല്യൂ എക്സ് ക്യാപ്പ് ഓഫ് എന്നും ആഡ് ചെയ്തിട്ട് വി ഗെറ്റ് ദ ഒറിജിനൽ സാമ്പിൾ എക്സ് ഓഫ് എൻ. സോ അതൊരു ലോ പാസ് ഫിൽറ്ററിലേക്ക് നമ്മൾ ഇൻപുട്ടായി കൊടുക്കും. ആൻഡ് ദിസ് ഇസ് എ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞ റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററാണ്. സോ ദിസ് ലോ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ബൈ ലോ പാസ് ഫിൽറ്റർ പെർഫോം ദ ഇൻ്റർപൊളേഷൻ ഓഫ് ദ സിഗ്നൽസ്. ഇൻ്റർപൊളേഷൻ പെർഫോം ചെയ്തിട്ട് ലോ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ പോലെ ഈ ഒറിജിനൽ സിഗ്നൽ എക്സ് ഓഫ് ടി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇത്രയാണ്. ദാറ്റ് ഇസ് നമുക്ക് ഈ ഒരു ബ്രീഫായിട്ട് ഈ ഒരു സംഭവം പറയുകയാണെങ്കിൽ എൽ പി സി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോഡിംഗ്, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എൽ പി സി അല്ലെങ്കിൽ ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൂൾ മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഓഡിയോ സിഗ്നൽ പ്രോസസ്സിംഗ് and speech signal processing for representing spectral envelopment of a digital signal of speech in compressed form using the information of linear prediction model. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, LI ആണ്. So linear prediction is a mathematical operation where future value of discrete time signal are estimated as a linear function of previous samples from the linear combination ആണ് ഉദ്ദേശിക്കുന്നത്. And in digital signal processing, this linear prediction is often called as linear predictive coding, and thus can be viewed as a subset of filter theory. And this filter design is a process of designing a signal processing filter that satisfies a set of requirements, some of which are contradictory, and the purpose is to find the realization of the filter that meet each of the requirement to a sufficient degree to make it useful. And the filter design process can be described as an optimization problem where each requirement contributes to an error function which should be minimized. So certain parts of the design process can be automated, but normally an experienced electrical engineer is needed to get a good result. So in a system analysis, linear prediction can be viewed as a part of mathematical modeling or optimization. So ഇത് ഈ ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിങ്ങും അതിൻ്റെ ഫിൽട്ടർ ഡിസൈനിന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഫിൽട്ടർ ഡിസൈനിന് ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ അതിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമായിട്ട് ഈ ഫിൽട്ടർ ഡിസൈനിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഓരോ ഈച്ച് റിക്വയർമെൻറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എൻ എറർ ഫംഗ്ഷൻ, ഓരോ റിക്വയർമെൻറ്റും ഓരോ എറർ ഫംഗ്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യും, വി ഷുഡ് ബി മിനിമൈസ്. സോ ദിസ് എറർ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ബേസിക്കലി മിനിമൈസ് ചെയ്യുന്നതാണ്. ആൻഡ് certain part of the design process can be automated, but normally an experienced electrical engineer is no need to get a good result എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഇൻ സിസ്റ്റം അനാലിസിസ്, ഈ ഒരു സിസ്റ്റം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഈ ലീനിയർ പ്രെഡിക്ഷൻ ക്യാൻ ബി വ്യൂഡ് ആസ് എ പാർട്ട് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഓർ ഒപ്റ്റിമൈസേഷൻ. സോ ലീനിയർ പ്രെഡിക്ഷൻ നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മുന്നേ പറഞ്ഞിട്ടുള്ളത് ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഇസ് എസ് ഓഫ് എൻ. സോ എൽ പി സി ചോദിച്ചു കഴിഞ്ഞാൽ ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിംഗ് എന്താണെന്ന് എഴുതുക, ഇക്വേഷൻ എഴുതുക, ഇക്വേഷനിൽ ഓരോ പാരാമീറ്റേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഒരു സ്പീച്ച് ലീനിയർ പ്രെഡിക്റ്റീവ് കോഡിംഗ് ട്രാൻസ്മിറ്റർ എഴുതുക, അതേപോലെ റിസീവർ എഴുതുക. ആൻഡ് കുറച്ച് വലിയ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പീച്ച് സിന്തസൈസറിനകത്ത് എന്താ നടക്കുന്നതെന്ന് കൂടി എഴുതിയിട്ട് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം കൂടി വരച്ച് വെക്കുക. പിന്നെ ഈ ഒരു സമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ ഇതാണ് എൽ പി സി. ലീനിയർ പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. അതിൻ്റെ അകത്ത് പ്രഡിക്ഷനാണ് ചെയ്യുന്നത്, നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിനെ പ്രെഡിക്റ്റ് ചെയ്യും ഫ്രം ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആർ എസ്റ്റിമേറ്റഡ് ആസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് പ്രീവിയസ് സാമ്പിൾസിനെ
ഒരു ഫ്യൂച്ചർ വാല്യൂനെ എസ്റ്റിമേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഈ ലീനിയർ പ്രിഡിക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഫിൽട്ടർ ഡിസൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ LPC കഴിഞ്ഞു. ഈ ഒരു സ്ലൈഡും കൊണ്ടിട്ട് അത് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം.